like little bit and little bit. Yeah. Okay. A.K. Anthony ji, Vailar Ravi ji, Ramesh Chanitala ji, Omen Chandy ji, Shashi Tharoor ji, Sivakumar ji, M.M. Hassan ji, Mulapalli Ramachandran ji, K. Mohan Kumar ji, Thampanur Ravi ji, all my beloved workers of the Congress Party, brothers and sisters, I would like to welcome all of you to this ground. Thank you for coming here. വേദിയിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെയും കേരളത്തിലെയും ബഹുമാന്യരായ നേതാക്കന്മാരെ, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പന്നമാക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഊഷ്മളതയോടെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am very happy to be here. Kerala is a beautiful place. But the real reason I am happy to be here is because I am very, very proud of the people of Kerala. കേരളം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇത്രയും മനോഹരമായ സൗന്ദര്യമാർന്നമായ ഒരു പ്രദേശത്തെ ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. The people of Kerala have demonstrated how one can live in harmony with diverse communities and many, many cultures in the same state. സാംസ്കാരികമായ വൈവിധ്യങ്ങളുടെ ഇടയിലും ബഹുത്വത്തിന്റെ ഇടയിലും പരസ്പര സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ മനോഹരമായ ഉദാത്തമായ അനുഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന സമ്പന്നരായ ജനതയാണ് കേരളത്തിലേത്. Kerala's record in healthcare, in primary education, and in the role of women in politics is exceptional. കേരളം നിരവധി കാര്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, പ്രദേശങ്ങൾക്ക് മാതൃകയാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, രാഷ്ട്രീയത്തിലെയും സാമൂഹ്യ രംഗത്തെയും സ്ത്രീകളുടെ സാന്നിധ്യത്തിന്റെ കാര്യത്തിൽ കേരളം ഒരു മാതൃകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And one cannot talk about Kerala without talking about the lakhs of Keralites who are outside India, working for this country, toiling hard for this country, and making everybody in this country extremely proud of their work. കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിന് പുറത്ത്, ഈ രാജ്യത്തിന് പുറത്ത്, കേരളത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന, സമർപ്പിതമായി സേവനം അർപ്പിക്കുന്ന വിദേശ മലയാളികളെ ഓർക്കാതിരിക്കാൻ എനിക്കാവില്ല. ഞാൻ അവരെ വളരെ സന്തോഷത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു, പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. Keralites have not only built this state, they have built Dubai and they have built many, many other cities in the Middle East. ഗൾഫിലെ, മിഡിൽ ഈസ്റ്റിലെ വലിയ വലിയ നഗരങ്ങൾ, സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ വിദേശ മലയാളികളുടെ സമർപ്പിത സേവനം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. Sometimes when I travel to the Middle East, to Dubai, and I see those big roads, I think to myself that these big roads are very nice, but they would not be here without the sweat and the hard work of my friends and brothers and sisters from Kerala. പലപ്പോഴും ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ വലിയ കെട്ടിട സമുച്ചയങ്ങൾ, വലിയ റോഡുകൾ, അതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെല്ലാം പടുത്തുയർത്തുന്നതിന്റെ പിന്നിൽ മലയാളികളുടെ വിയർപ്പുണ്ട്, കഠിനമായ അധ്വാനമുണ്ട്. അവരില്ലായിരുന്നു എങ്കിൽ ഈ കാണുന്ന വിസ്മയങ്ങളൊന്നും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ സഫലമാവുകയില്ലായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A few years ago I visited Kuwait and they took me to a hospital. They took me to a children's hospital because they wanted to show me how good the hospital was.
It was a very technologically advanced hospital, and they walked me around the hospital. കുറച്ചു നാൾക്ക് മുമ്പ് ഞാൻ കുവൈറ്റിൽ പോയി. അവിടെ ഒരു ആശുപത്രി സന്ദർശിക്കാനായി അവരെന്നെ ക്ഷണിച്ചു. അതൊരു കുട്ടികളുടെ ആശുപത്രിയായിരുന്നു. സാങ്കേതിക വിദ്യകളുടെ പ്രയോഗത്തിൽ ഒരുപാട് പുരോഗതി പ്രാപിച്ച ഒരു ആശുപത്രിയായിരുന്നു അത്. And then after walking me around the hospital, they said, now we are going to show you the heart of the hospital. And I thought they are going to show me some machine. They are going to show me some fancy machine. ഞാനവിടെ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിലെ ഈ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അങ്ങേ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ബൃഹത്തായ ചില യന്ത്ര സാമഗ്രികളായിരുന്നു, പുതിയ സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്ന യന്ത്രങ്ങളായിരുന്നു. They said, we are going to show you what drives this hospital, what this entire hospital is built on. അവിടെ ചെന്നപ്പോൾ ആ യന്ത്ര സാമഗ്രികൾ മുഴുവൻ കാണാൻ, അത് പരിശോധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. And then they took me to a room and they showed me 30 nurses from Kerala. അവിടെ ജോലി ചെയ്യുന്നത്, ആ യന്ത്ര സാമഗ്രികൾ പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ നിരവധി മലയാളികൾ ഉണ്ടായിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And they said that this is the heart of the hospital. അപ്പോൾ ആശുപത്രി അധികൃതർ പറഞ്ഞു, ഈ ആശുപത്രിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇതാണ്, ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ മലയാളികളാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. I was told recently that there were certain issues in Saudi Arabia with regards to our people there, and I'm very happy that Ravi ji has gone there and helped resolve the issues. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിയമങ്ങളിൽ വരുന്ന മാറ്റം മൂലം, പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ മൂലം കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ആളുകൾ നിരവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം, ഗവൺമെന്റ് നേതൃത്വം മുൻകൈയെടുത്തു എന്നതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. വയലാർ രവിയുടെ പ്രത്യേകമായ നേതൃത്വം, അദ്ദേഹം അവിടെ പോവുകയും അവിടെ സന്ദർശിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുത്തു എന്നതിൽ ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുന്നു. Today is the second anniversary of our government and the end of the yatra that you have just been through. ഈ മനോഹരമായ സമ്മേളനം രണ്ട് കാര്യങ്ങളുടെ നാന്ദി കുറിക്കുന്ന സമ്മേളനമാണ്. ഒന്ന്, കേരളത്തിലെ UDF ഗവൺമെന്റ് അതിന്റെ അനുഭവസാന്ദ്രമായ 2 വർഷങ്ങൾ പൂർത്തിയാക്കിയാണ്. രണ്ടാമത്, കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റത്തേക്ക് ശ്രീ രമേശ് ചെന്നിത്തല നയിച്ച കേരള യാത്രയുടെ സമാപനം കൂടി കുറിക്കുന്ന സമ്മേളനമാണ്. I would like to congratulate all of you because with this yatra you are doing the most important thing that a political party can do. You are listening to the people of Kerala. ഒരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടില്ലാത്ത തരത്തിൽ അനുകരണീയമായ ഒരു മാതൃകയാണ് ഈ യാത്രയിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം യാത്ര നടത്തുന്നതിലൂടെ കേരളത്തിലെ സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കാൻ, അതറിയാൻ, അവരുടെ ആശയങ്ങളെ സാംശീകരിക്കാനായി നടത്തിയ ഈ പരിശ്രമത്തെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The Kerala Congress has reached into the houses of people and asked them what they want for their future. I think it's very, very important that our government now takes action on what the people have suggested. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളോട് മനോഹരമായ ഒരു ഭാവിക്ക് വേണ്ടി, ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, കേരളത്തിലെ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ജനകീയ ഇച്ഛകൾ, ജനകീയ അഭിലാഷങ്ങൾ സാംശീകരിക്കുകയാണ് ചെയ്തത്. ഇനി അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ഗവൺമെന്റ് മുൻകൈയെടുക്കാൻ പോവുകയാണ്. We have one of the most dynamic and capable chief ministers in this state, and I am confident that he is going to act on what the yatra has suggested. ഒരു കാര്യം ഞാൻ ഏറെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറയട്ടെ, ഊർജ്ജസ്വലനായ, കഠിനമായി അധ്വാനിക്കുന്ന, പരിശ്രമശാലിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത്. ഈ യാത്രയിലൂടെ പുറത്തേക്ക് വന്ന വികസന ആശയങ്ങൾ, സങ്കല്പങ്ങൾ സാർത്ഥകമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. But I would also like to make a comment, a general comment about politics in our country. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, അതിനെ സംബന്ധിച്ച പൊതുവായ ചില ദർശനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Some days ago, I had come to Kerala and I had gone to a panchayat level meeting where one of the people in the meeting raised his hand and told me that there is a tremendous distance between politicians and people in the entire country. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ വരാനും കേരളത്തിന്റെ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഞാൻ പരിശ്രമിക്കുകയുണ്ടായി. അവിടെ ആളുകൾക്കിടയിൽ നിന്ന് വന്ന ഒരു അഭിപ്രായം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ ആളുകൾ എന്നോട് പറഞ്ഞു, രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളും തമ്മിൽ ഒരു വലിയ വിടവുണ്ടാകുന്നു, അകലമുണ്ടാകുന്നു. അത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. When we talk about 21st century politics, the challenge is to bridge the gap between the politician and the common man, to make the common man feel that he can easily impact political decisions. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പുതിയ നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനെ കേന്ദ്രീകരിക്കുന്നതായിരിക്കണം. രാഷ്ട്രീയ നേതൃത്വവും സാധാരണ ജനങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകളെ, ഈ സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പുതിയ നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have taken a large step in the Youth Congress and the NSUI in bringing in youngsters and involving them in politics. But I think we need to get into the habit of involving people in decisions much more effectively and aggressively. നിങ്ങൾക്കറിയാവുന്നതുപോലെ യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന പ്രക്രിയയിലൂടെ, തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ള പരിഷ്കരണങ്ങളിലൂടെ കൂടുതൽ യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാൻ, അവരെ കൈപിടിച്ച് ആനയിക്കാനുള്ള പരിശ്രമം കോൺഗ്രസ് നടത്തുകയാണ്. ആ ശ്രമം ഒരു സംസ്കാരമായി, അത് നമ്മുടെ ഒരു രീതിയായി മാറേണ്ടതുണ്ട് എന്നും കൂടുതൽ യുവാക്കളും സാധാരണ ആളുകളും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ടെന്നും അവർക്കും രാഷ്ട്രീയത്തിൽ ഒരു ഇടമുണ്ടാകേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I am aware that the Chief Minister spends a lot of time in the districts discussing issues and talking to the constituents and talking to people of Kerala. So I think that is a very positive thing and that is the direction we should head in. കേരളത്തിന്റെ മുഖ്യമന്ത്രി സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അവർക്ക് എന്താണ് പരാതികളായി നൽകാനുള്ളത്, അവരുമായി നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെടാനായി സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. തീർച്ചയായും അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഭരണാധികാരികളുടെയും പ്രവർത്തനത്തിലുള്ള ഒരു വലിയ ദിശാമാറ്റമാണ്. ഞാനതിനെ അനുകരണീയമായി കാണുന്നു, അതിനെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to say a little bit about Kerala. Kerala is a global tourist destination. It attracts tourists from all over the world and it is a beautiful place. കേരളം ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തിന് വഴികാട്ടാൻ കഴിയുന്ന നാടാണ്. കേരളം അതിമനോഹരമായ സംസ്ഥാനമാണ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. What I would like to see is Kerala becoming a global business destination. കേരളം ആഗോള തരത്തിലുള്ള വാണിജ്യ വ്യാപാര വ്യവഹാരങ്ങളുടെ കേന്ദ്രമായി മാറാൻ പോകുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. I am proud of what Keralites have done in the Middle East and abroad, but I would like to see large numbers of jobs being created locally. കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് തൊഴിൽ തേടിപ്പോയ ആളുകൾ ഒരുപാട് വിസ്മയങ്ങൾ തീർക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കേരളത്തിനകത്ത് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉണ്ടാകണം, തൊഴിൽ അവസരങ്ങൾ പ്രാദേശികമായി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. I think it is very important, if we want to achieve this, that we focus on two things: on building world-class infrastructure and on developing a world-class higher education system. രണ്ട് കാര്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വഴികാട്ടിയാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരളത്തിൽ ഉണ്ടാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, കേരളം മനുഷ്യവിഭവശേഷിയിൽ ഒരുപാട് മുമ്പിലുള്ള രാജ്യമാണ്. തീർച്ചയായും കേരളത്തിന്റെ പുരോഗതിക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിലുണ്ടാകണം. ആ രംഗത്ത് പരിഷ്കരണം ഉണ്ടാകും. The Chief Minister mentioned to me that he is giving autonomy to colleges, and that is a very, very good step. But I think what Kerala needs to think about
is developing the best higher education system in this country. You have managed it in primary education. Now the challenge for the Chief Minister is to do it for higher education and show the rest of the country that Kerala can be number one in higher education. ബഹുമാനായ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ വളരെ മാതൃകയായ ഒരു കാര്യം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. കേരളത്തിലെ കോളേജുകൾക്ക് സ്വയംഭരണ അവകാശം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. തീർച്ചയായും കേരളത്തിന്റെ പുരോഗതിയിൽ നാഴികക്കല്ലായ ഒരു തീരുമാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉടച്ചു വാർക്കാൻ നമുക്ക് കഴിയണം. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെ അതിനെ തുടർച്ചയായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണം കേരളത്തിൽ സഫലമാകണം. അങ്ങനെ ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഒന്നാമത്തെ സംസ്ഥാനമായി കേരളത്തിന് മാറാൻ കഴിയണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am happy to note that the UDF is making progress on infrastructure development. കേരളത്തിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റ് വളരെയധികം കഠിനമായി അധ്വാനിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് കേരളത്തിനെ നയിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. And I am happy that I don't have to see the half-built flyovers that the CPM used to deliver to the people of Kerala. സാധാരണ കേരളത്തിൽ വരുമ്പോൾ പണി തീരാതെ കിടക്കുന്ന, പണി പകുതിയാക്കിയ ഫ്ലൈ ഓവറുകളാണ് കഴിഞ്ഞ CPM ഭരണകാലത്ത് കാണാൻ കഴിഞ്ഞതെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചയും ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. I remember I came to a place once, I saw a half-built flyover, I went back to Delhi, and then maybe 1 or 2 years later I came back to the same place, the same flyover was built half and it wasn't complete. ഒരിക്കൽ കേരളത്തിൽ വന്നപ്പോൾ ഒരു ഫ്ലൈ ഓവർ പകുതി പണി പൂർത്തിയാകാതെ, പകുതി മാത്രം പണി പൂർത്തിയാക്കി കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോയി. കുറെ കാലം കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് വരാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, രസകരമായൊരു കാര്യം, CPM ഭരണത്തിനായിരുന്നു അത്. ഞാൻ ഡൽഹിയിൽ പോയി കുറെ കാലം കഴിഞ്ഞ് തിരികെ വന്നപ്പോഴും ആ ഫ്ലൈ ഓവർ പണി പകുതി മാത്രം പൂർത്തിയായ അവസ്ഥയിൽ കിടക്കുന്നതാണ് അന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. So I am quite happy to see the progress on the Vizhinjam deep sea container port, which is the deepest natural port in the world. ഏറ്റവും സന്തോഷകരമായ കാര്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴത്തിലുള്ള, സാധ്യതകളുള്ള സമുദ്രത്തിന് ആഴത്തിലുള്ള സമുദ്ര അവസ്ഥയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ വളരെയധികം പുരോഗതിയിലേക്ക് കേരളത്തിലെ UDF ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷം. I am happy to see the progress on the smart city that will provide 1 lakh direct and indirect jobs to the youth of the state. സ്മാർട്ട് സിറ്റി എന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിലെ തൊഴിൽ അന്വേഷകരായ ചെറുപ്പക്കാർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ലക്ഷക്കണക്കിന് തൊഴിൽ അവസരങ്ങൾ ഒരുക്കുന്ന സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒരുപാട് നടപടികൾ സ്വീകരിക്കുന്നു എന്നതിൽ, ഒരുപാട് മുന്നിലേക്ക് പോയി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. And I am also happy to see the metro rail projects and the monorail projects that are now progressing quickly. ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ആരോഹണ പാതകളിലെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയാകുന്ന മെട്രോ റെയിൽ പദ്ധതി, മോണോ റെയിൽ പദ്ധതി, ഈ പദ്ധതികളുടെ കാര്യത്തിലും കേരളത്തിന്റെ ഗവൺമെന്റ് വളരെയധികം ത്വരിതമായ, വളരെ വേഗതയാർന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലും എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. And I am also pleased that the new Kannur airport is now finally coming to its own and we are developing it. കണ്ണൂരിലെ വിമാനത്താവളം അതും പദ്ധതി പൂർത്തിയാക്കുന്നതിന്റെ ഘട്ടത്തിലാണ് എന്ന കാര്യത്തിലും എനിക്ക് സന്തോഷമുണ്ട്. I mentioned that we must focus on higher education and we must focus on infrastructure. You have the Kerala government, which is a UDF government, and you have the Delhi government, which is also a Congress party UPA government. I would like to commit to you that whatever help can be given to Kerala from Delhi, whatever help can be given, we are going to give you in full measure. കേരളത്തിലെ UDF ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിലും കേരളത്തിനെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി.
ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നത് UPA ഗവൺമെന്റാണ്. അതൊരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റാണ്. കേരളത്തിലെ ജനങ്ങളുടെ പുരോഗതിക്കായി കേരളത്തിലെ UDF ഗവൺമെന്റിനെ കലവറയില്ലാതെ പിന്തുണയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുമെന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. I am happy to coordinate with the Chief Minister, with Anthony Ji and other senior leaders to ensure that the government of Kerala has the full support of the Indian government. ഒരു കാര്യം ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കായി ഈ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന പരിശ്രമങ്ങളുടെ കാര്യത്തിൽ ബഹുമാന ശ്രീ AK ആന്റണി, ശ്രീ വയലാർ രവി ഇങ്ങനെയുള്ള ഉന്നതരായ ദേശീയ നേതാക്കളും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമായെല്ലാം കൂടിച്ചേർന്ന് ആലോചിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഉറപ്പുവരുത്താൻ ഞാൻ പരിശ്രമിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There is also something about Kerala that I must tell you that disturbs me. കേരളത്തിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And it is the opposition party here and their ideology. കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ച് ഞാനൊന്നും പറയണ്ട. ഏറ്റവും വികസന വിരോധമായ നിലപാടുകളാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. Everybody is allowed to have their viewpoint. But what disturbs me about our opposition is their systematic use of violence and aggression against the Congress worker. എല്ലാവർക്കും അവരുടേതായ വീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത്? കേരളത്തിലെ UDF ഗവൺമെന്റിനെതിരായി കലാപങ്ങൾ അഴിച്ചുവിട്ട് ആക്രമണോത്സുകമായ രാഷ്ട്രീയം തെരുവുകളിൽ നടപ്പിലാക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. I would also like to say a few things about their ideology. As you know, the rest of the world has given up on communism. അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗത്തും എല്ലാ രാജ്യങ്ങളും ഒരിക്കൽ വാരിപ്പുണർന്നിരുന്ന കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. കമ്മ്യൂണിസം കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In fact, tomorrow the leader of China is coming to India, and the Chinese themselves have got a completely different view of communism than they used to have. ചൈനയുടെ പ്രധാനമന്ത്രി ഇന്ത്യ അടുത്ത ദിവസം സന്ദർശിക്കുകയാണ്. ചൈന പോലുള്ള രാജ്യങ്ങളും മാറ്റത്തിന്റെ പാതയിലാണ്. The Soviet Union no longer exists. Communism no longer exists in Russia. കമ്മ്യൂണിസം ലോകത്തൊരിടത്തും എന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ചൈനയിലില്ല, റഷ്യയിലില്ല, ലോക രാജ്യങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. I would urge the Communist Party in Kerala to look around in the rest of the world and ask themselves why this ideology has failed everywhere, and ask themselves why they are insisting on holding on to an ideology that no longer works anywhere in the world. ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്നു. ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങളുടെ അനുഭവം പഠിക്കാൻ അവർ തയ്യാറാകണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഉപേക്ഷിച്ച തങ്ങൾക്ക് വേണ്ട എന്ന് കേരളത്തിലെ ഗവൺമെന്റ് വികസനത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും അതിന് മുന്നോട്ടുള്ള യാത്രകളിൽ, പ്രവർത്തന പഥങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, മുന്നോട്ട് കൊണ്ടുപോകേണ്ട രീതികൾ, അതിനെക്കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So it is very important that we never forget the poor, the weak of this country. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പാവപ്പെട്ടവരെ, ഏറ്റവും സാധാരണക്കാരെ, ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ നാം ഒരിക്കലും മറന്നുകൂടാ. അതായിരിക്കണം കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We have to pay special attention to the ST, SC, fishermen, laborers and artisans. നാം ഏറ്റവും ശ്രദ്ധ നൽകേണ്ടത് രാഷ്ട്രീയ പ്രവർത്തക സാധാരണക്കാർ, ഇവരുടെ എല്ലാം പുരോഗതിയെ കേന്ദ്രമാക്കുന്ന, അത്തരം പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് രൂപപ്പെട്ടു വരേണ്ടത് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. We have to reach out to these communities
have a conversation with these communities and ask them and understand what their needs are and help deliver their needs. ഞാൻ സൂചിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സാധാരണ തൊഴിലാളികൾ, അധ്വാനിക്കുന്നവർ, ഇത്തരം സാമൂഹ്യ വിഭാഗങ്ങളുമായി നിരന്തരമായ ആശയവിനിമയത്തിൽ, നിരന്തരമായ സമ്പർക്കത്തിൽ ഏർപ്പെടാനും അവരുടെ പുരോഗതിക്കായി നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും സ്വാംശീകരിക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട്. The UPA government has got some excellent central programs. We have brought you the right to information, the Mahatma Gandhi Manrega, and now we have placed the right to food in parliament. കേന്ദ്രത്തിലെ UPA ഗവൺമെന്റ് ജനക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ നാഴികക്കല്ലുകളായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി എന്ന് നിങ്ങൾക്കറിയാം. വിവരാവകാശ നിയമം അതിലൊന്നാണ്. മഹാത്മാഗാന്ധി തൊഴിൽ ഉറപ്പ് പദ്ധതി മറ്റൊന്നാണ്. ഇപ്പോൾ ഭക്ഷണം അവകാശമാക്കി തീർക്കുന്ന ഭക്ഷണ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. The right to food is going to guarantee that no single Indian sleeps at night hungry. ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഒരു കാര്യം ഉറപ്പുവരുത്തുന്നു, ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. 100 കോടിയിലേറെ ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഒരു ഭാരതീയനും രാത്രി വിശപ്പോടുകൂടി പട്ടിണിയായി ഉറങ്ങാൻ പോകുന്നില്ല, പട്ടിണി അനുഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഭക്ഷ്യ സുരക്ഷാ പദ്ധതി. And I am very sad that the opposition is acting against the interest of the poor Indian people who this bill is going to benefit. ഇത്തരമൊരു നിയമ നിർമ്മാണ പ്രക്രിയയിലൂടെ ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റമുണ്ടാക്കാൻ UPA ഗവൺമെന്റ് പരിശ്രമിക്കുമ്പോൾ ആ നിയമനിർമ്മാണ പ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ടവന്റെ താല്പര്യത്തിന് എതിരായ നിലപാടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ നിരാശാജനകമാണ്, ദയനീയമാണ്. I can understand politics, but I do not understand how political parties can do things that actively hurt the poor of this country. രാഷ്ട്രീയ താല്പര്യങ്ങൾ എനിക്ക് മനസ്സിലാകും. പക്ഷെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം, അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് ഹനിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. We have been working on this bill for some time now, and the opposition does every single thing they can do to stop this bill from passing. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ എത്രയോ കാലമായി ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ വേണ്ടിയുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ, പരിശ്രമത്തിലാണ് ഞങ്ങൾ. എന്നാൽ അതിന്റെ ഓരോ ഘട്ടവും UPA ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധതയോടെ ആ ബിൽ അവതരിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാൻ, ആ ബില്ലിന്റെ അവതരണത്തെ തടസ്സപ്പെടുത്താൻ, അങ്ങനെ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട അവകാശത്തെ ഇല്ലാതാക്കാനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം പരിശ്രമിക്കുന്നത്. I would like to tell you here that it does not matter what they do, because the UPA and the Congress party is going to give you the right to food, and we are going to guarantee that the poor people of this country do not go hungry anymore. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം അവന്റെ അവകാശമാക്കി തീർക്കുന്ന ഈ ബിൽ പാസാക്കിയെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ UPA ഗവൺമെന്റ് പരിശ്രമിക്കുക തന്നെ ചെയ്യും, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We believe in inclusive government, we believe in liberalization, we believe in opening up business, but we also believe that every single Indian has to be part of the progress in this country. സമഗ്രമായ പുരോഗതിയാണ് കോൺഗ്രസിന്റെ വികസന നയം. സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന് അവന്റെ അവകാശമാണ് വികസനം. വികസന പദ്ധതികൾ അവനെ കൂടി സ്പർശിക്കുന്നതായിരിക്കണം എന്ന സംസ്കാരമാണ്, കാഴ്ചപ്പാടാണ് കോൺഗ്രസിനുള്ളത്. Last thing I would like to say, I was on tour in Rajasthan a few days ago, and in Rajasthan they have recently launched a generic medicine program that is very, very successful. They are giving free medicines, free generic medicines to the people of Rajasthan. ഞാൻ ഈയിടയ്ക്ക് രാജസ്ഥാനിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി.
ആരോഗ്യ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധേയമായൊരു പ്രവർത്തനം. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് മരുന്നുകൾ, ജനറിക് മരുന്നുകൾ സൗജന്യമായി നൽകുന്ന രാജസ്ഥാനിലെ പദ്ധതി, അത് എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. Private hospitals cater to wealthy people. സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാരെ സഹായിക്കുന്നതായിരുന്നു. But it is very important that we give health care to everybody and the weakest people in this country. ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക്, ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നു. We have to ensure that everybody feels part of the progress. ഈ സമൂഹത്തിലെ എല്ലാ ആളുകളും, സമൂഹത്തിന്റെ എല്ലാ ശ്രേണിയിൽപ്പെട്ട ആളുകളും വികസനം എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനത്തിന്റെ ബൃഹത്തായ പ്രക്രിയയുടെ ഭാഗമാണ്. അവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് വികസനം എന്ന തോന്നൽ, അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വികസന സങ്കല്പം രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. That is the spirit of the Congress Party. അതാണ് കോൺഗ്രസിന്റെ ആശയം, കോൺഗ്രസിന്റെ അഭിലാഷം, കോൺഗ്രസിന്റെ കാഴ്ചപ്പാട്. I would like to end by thanking you once again for going to the people of Kerala, for asking them and understanding their needs. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മറ്റെല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു പുതിയ രാഷ്ട്രീയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു. കേരള യാത്ര കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പോയി കേരളത്തിന്റെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളോട് നിങ്ങളുടെ ആവശ്യമെന്താണ്, നിങ്ങളുടെ ഇച്ഛകൾ എന്താണ്, നിങ്ങളുടെ അഭിലാഷം എന്താണ് എന്ന നിരന്തരമായ ജനസമ്പർക്കത്തിലൂടെ മനസ്സിലാക്കി അതുവഴി ഒരു പുതിയ രാഷ്ട്രീയ ദിശാബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തന മാതൃകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്, കേരള യാത്രയിലൂടെ സഫലമാക്കിയിരിക്കുന്നു. The Congress worker spends years of his life working for the Congress Party, working for the people of Kerala. He gives his blood and he gives his sweat to the Congress Party. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എത്രയോ ലക്ഷം ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ വർഷങ്ങൾ, അവരുടെ വിയർപ്പ്, അവരുടെ അധ്വാനം എല്ലാം ഈ കോൺഗ്രസിന് വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സാധാരണക്കാരായ നിരവധി കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. As far as my organizational responsibility is concerned, for me, the single most important thing is that the Congress worker gets respect and we ensure that the Congress workers' interests are looked after in the party. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സമർപ്പിതമായ സേവനം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകുന്ന, തന്റെ അധ്വാനവും വർഷങ്ങളും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ താല്പര്യം ഈ പാർട്ടിയിൽ സംരക്ഷിക്കപ്പെടുന്നു, അവർ ആദരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചുമതലയാണ് എന്ന് ഞാൻ കരുതുന്നു. So thank you again for coming here and thank you for your hard work in the yatra. ഇവിടെ വന്നതിൽ, ഈ യാത്ര ഒരു വലിയ വിജയമാക്കിയതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.